ജോൺ വിക് സ്റ്റൈലിൽ പുതിയൊരു ആക്ഷൻ ആനിമി പുറത്തു വന്നിട്ടുണ്ട് സക്കമോട്ടോ ഡേയ്സ്. നല്ല കിഡിലായിട്ടാണ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഈ സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹിറ്റ്മാൻ്റെ ലൈഫാണ്. സോ പണ്ട് വലിയൊരു ക്രിമിനൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തൊരു അസാസിൻ, നമ്മുടെ ഒരു ജോൺ വിക് ക്യാരക്ടർ എന്ന് വെച്ചോ, അതേപോലത്തെ ഒരു ക്യാരക്ടർ റിട്ടയർ ആയി ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഒരു 7-8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. സോ അങ്ങനെ ഒരു ഫാമിലി ലൈഫ്, ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. ആളെ തേടി പണ്ട് മൂപ്പർ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ കുറേ പേര് വരികയാണ് ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. സോ ഈ വീട്ടുകാരറിയാണ്ട് ഇവരൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു പ്ലോട്ട് ഇതിനു മുമ്പ് നമ്മൾ കുറേയൊക്കെ സിനിമയിലും സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര ഹിലാരിയസ് ആയിട്ടും എന്നാൽ അതേസമയം തന്നെ നല്ല മാസ് ഫീൽഡ് ആയിട്ടാണ് ഈ സീരീസ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആൾക്ക് ഈ കാര്യങ്ങൾ വീട്ടുകാരെ അറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ഷേപ്പ് മുഴുവൻ വിട്ടു, ആൾ ഫുള്ള് തടിച്ച് മറ്റേ ഒരു സാധാരണ ഒരു ഫാമിലി മാനായി എങ്ങനെ ഉണ്ടാവും ആ രീതിക്കാണ് ഈ സീരീസ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മാസ് ഫീൽഡ് ക്യാരക്ടറൊന്നുമല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആളിപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ടെങ്കിലും പഴയ ആ ഒരു പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ വൺസ് അപ്പോൺ എ ടൈം ദെർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ ആളെ സഹായിക്കാനായിട്ട് ഒരു 2-3 ചെറിയ ക്യാരക്ടേഴ്സ് വരും. സോ അങ്ങനെയുള്ള കുറേ ആക്ഷൻ പാക്ഡ് സാധനങ്ങളാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു പക്ക വയലൻസ് ആൻഡ് ബ്ലഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സാധനമായിട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഭയങ്കര ഹിലാരിയസ് ആയിട്ടാണ് ഈ സാധനങ്ങൾ ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫൺഫിൽഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, തുടക്കം മുതൽ അവസാനം വരെ ഓരോ എപ്പിസോഡും എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുണ്ടാവും, അതേപോലെ തന്നെ കുറേ ആക്ഷൻ സീക്വൻസുകളുണ്ടാവും, നല്ല മാസ് സാധനങ്ങളുണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കേട്ടാൽ നിങ്ങളിപ്പോൾ ഒരു 2-3 സീസണുള്ള ഒരു സീരീസൊന്നുമല്ല, ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കറൻ്റ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈം വരെ ഒരു 4 എപ്പിസോഡുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. സോ ആദ്യത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാലും ഒരു 2-3 കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. സോ 2, 3, 4 കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് പോക്ക് കണ്ടിട്ട് ഒരു നല്ല ഒരു ഗംഭീര ഒരു കിടില സാധനത്തിലേക്കുള്ള ഒരു പോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ കണ്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് ആക്ഷൻ ആനിമീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു. ഈ അടുത്ത് ഞാൻ ഇതുപോലെ അണ്ടഡ് അൺലക്ക് എന്ന് പറഞ്ഞൊരു ആനിമി ഇതുപോലെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രത്യേകതരം പ്ലോട്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഒരേ സമയത്ത് നല്ല മാസ് ഫീൽഡ് ആയിട്ടും എന്നാൽ ഹിലാരിയസ് ആയിട്ട് പോകുന്ന ഒരു ആനിമി. ഇതിൽ മറ്റേ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ആനിമയുടെ ഒരു ടെംപ്ലേറ്റ് ക്രിഞ്ച് കുറേ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ സ്കിപ്പ് അടിച്ച് പോകുന്ന കുറേ സാധനങ്ങൾ, അതൊന്നുമില്ല. നീറ്റായിട്ട് ആ ഒരു 20 മിനിറ്റ് വേണ്ട സാധനങ്ങൾ മാത്രം സ്റ്റാക്ക് ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു ബിൽഡപ്പ് കൊടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. സോ അധിക ടൈമൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാതെ ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ്, ഇങ്ങനെ റിട്ടയർഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആക്ഷൻ സീക്വൻസ് വരുന്ന സമയത്ത് ഈ ചങ്ങായി വേറെ ലെവലിലേക്ക് പോകും, മൂപ്പറുടെ കൂടെ ഉള്ളവരും. സോ നല്ല മാസ് ഫീൽഡ് ആയിട്ടൊരു സാധനം, നല്ല അങ്ങനെ അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്നൊരു കിടിലൻ ഐറ്റം. സോ കണ്ടിട്ടില്ലാത്തവരെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 4 എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഐ തിങ്ക് ശനിയാഴ്ചകളിലാണ് ഇത് ഇറങ്ങുന്നത്. സോ ആക്ഷൻ ആനിമീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ് സക്കമോട്ടോ ഡേയ്സ്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.